ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ നടന്നത് നാടകീയ രംഗങ്ങളാണ്. നരേന്ദ്രമോദി നയപ്രഖ്യാപന പ്രസംഗത്തിൽ മറുപടിയിൽ എഴുന്നേറ്റത് മുതൽ സഭയിൽ പ്രതിപക്ഷം ബഹളം വെക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചത്. മണിപ്പൂരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ. 2 മണിക്കൂറോളം സംസാരിച്ച മോദിയുടെ പ്രസംഗം പ്രതിപക്ഷത്തിന്റെ ബഹളം കാരണം 3 തവണ തടസ്സപ്പെട്ടു. അതിനിടെ കോൺഗ്രസ് MP ഹൈബി ഈഡന് നരേന്ദ്രമോദി വെള്ളം നൽകിയതും ശ്രദ്ധേയമായി. തന്റെ അടുത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് നരേന്ദ്രമോദി ഹൈബി ഈഡന് വെള്ളം നൽകിയത്. ഹൈബി വെള്ളം വാങ്ങി കുടിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചത്. അതേസമയം തന്റെ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും മോദി കാര്യമായി തന്നെ പരിഹസിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധിയാണെന്നാണ് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് പറഞ്ഞത്. പരാതി പറഞ്ഞ് സഹതാപം നേടാനുള്ള കുട്ടിയുടെ ശ്രമം ഇന്നലെ സഭയിൽ കണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിഹാസം. തുടർച്ചയായി തിരഞ്ഞെടുപ്പിൽ തോറ്റ ചിലരുടെ വേദന തനിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങൾ തുടർച്ചയായി 3ാം തവണയും അവരെ സേവിക്കാൻ തങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട് എന്നും രാജ്യത്തിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത് എന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് പൊതുജനങ്ങൾ കണ്ടു. ഒരുപാട് കാലം പ്രീണന രാഷ്ട്രീയത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. അഴിമതിയോട് സഹിഷ്ണുതയില്ലാത്ത നയത്തിന് രാജ്യം NDAയ്ക്കൊപ്പം നിന്നു. ഇന്ന് ഇന്ത്യയുടെ വിശ്വാസ്യത ലോകമെമ്പാടും വർദ്ധിച്ചിരിക്കുകയാണ് എന്നും തങ്ങളുടെ എല്ലാ നയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരേയൊരു ലക്ഷ്യം ആദ്യം ഇന്ത്യ എന്നതാണ് എന്നും മോദി പറഞ്ഞു. രാജ്യത്തിന്റെ വികസനം പൂർത്തീകരിക്കാൻ തങ്ങൾ ശ്രമിക്കുമെന്നും അത് പൂർണ്ണ സമർപ്പണത്തോടെയും സത്യസന്ധതയോടെയും ചെയ്യുമെന്നും ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്നും മോദി കൂട്ടിച്ചേർത്തു. 2014 മുൻപ് ജനങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. രാജ്യം നിരാശയുടെ പടുകുഴിയിൽ മുങ്ങിപ്പോയിരുന്നു. വിശ്വാസവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുമ്പോൾ വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും നേരെ നിൽക്കാനാവില്ല. ഭരണഘടന തലയിൽ വെച്ച് നൃത്തം ചെയ്യുന്നവർ ജമ്മു കശ്മീരിൽ അത് നടപ്പാക്കാൻ തുനിഞ്ഞില്ലെന്നും BR അംബേദ്കറെ അപമാനിച്ചെന്നും അദ്ദേഹം പ്രതിപക്ഷത്തെ ഉന്നം വെച്ചുകൊണ്ട് പറഞ്ഞു. തങ്ങളുടെ വിജയത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പുരോഗതിയുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ വെല്ലുവിളിയെന്നും മോദി ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. അതേസമയം കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി KC വേണുഗോപാൽ എത്തിയതും ശ്രദ്ധേയമായി. BJP പ്രധാനമന്ത്രിയെ ദൈവത്തെക്കാൾ വലുതായി ഉയർത്തിക്കാട്ടുന്നുവെന്നും ജനങ്ങളെ ധ്രുവീകരിക്കാനും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനും ഹിന്ദുമതത്തെ ഉപയോഗിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് ആരോപിച്ചു. ഗോഡ്സെയുടേതല്ല, ഗാന്ധിയുടെ ഹിന്ദുമതത്തിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ധാർമ്മിക വിജയം ഇന്ത്യ മുന്നണിക്കാണെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. BJP അഴിമതി വൃത്തിയാക്കാനുള്ള വാഷിംഗ് മെഷീൻ മാത്രമാണെന്ന് പരിഹസിച്ച വേണുഗോപാൽ മോദിക്കും കൂട്ടർക്കും സർക്കാരിന്റെ നിലനിൽപ്പ് സംബന്ധിച്ച് ആത്മവിശ്വാസക്കുറവുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തില്ലായിരുന്നുവെങ്കിൽ BJP 150 സീറ്റിൽ ഒതുങ്ങിയേനെയെന്നും വേണുഗോപാൽ തുറന്നടിച്ചിരിക്കുകയാണ്.